ഹായ് ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഈവനിങ് സ്നാക്സ് റെസിപ്പി ആയിട്ടാണ്. എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. ഇതിന് മെയിനായിട്ട് വേണ്ടത് ഉരുളക്കിഴങ്ങും ബ്രെഡാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു 3 ഉരുളക്കിഴങ്ങാണ്. ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാൻ കുക്കറിലിട്ടിട്ടാണ് ഒന്ന് വേവിച്ചെടുക്കുന്നത്. 3 വിസിലിട്ടിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 2 സവാള വേണം. ഞാൻ ഇവിടെ 2 സവാള എടുത്തിട്ടുണ്ട്. നല്ലപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കുന്ന ഐറ്റം ഫ്രൈ ചെയ്യണമല്ലോ, അപ്പോൾ ഡിപ്പ് ചെയ്തിട്ട് വേണം ഫ്രൈ ചെയ്യണമെങ്കിൽ. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2 കോഴിമുട്ട എടുത്തിട്ടുള്ളത്. കോഴിമുട്ട ഇല്ലെങ്കിൽ മൈദാമാവിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് അതിൽ ഡിപ്പ് ചെയ്താലും മതി. അപ്പോൾ ഞാൻ ഇവിടെ 2 കോഴിമുട്ട എടുത്തിട്ടുള്ളത്. അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ നല്ലപോലെ ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മുടെ ഉരുളക്കിഴങ്ങ് വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. അപ്പോൾ ഇവിടെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി വേറൊരു ബൗളിലേക്ക് നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് മാഷ് ചെയ്തെടുക്കാം. ഇവിടെ മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഉള്ളി ഉണ്ടല്ലോ, അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ബ്രെഡാണ്. ഞാനിവിടെ 5 ബ്രെഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. കൈ കൊണ്ടിട്ട് പൊടിച്ചെടുത്താൽ മതി. മിക്സിയിലിട്ട് അടിച്ചെടുക്കണം എന്നൊന്നുമില്ല. കൈ കൊണ്ടൊന്ന് ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ ബ്രെഡൊക്കെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായത് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. അതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1.5 ടീസ്പൂൺ ചിക്കൻ മസാലയും ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് പോരാ. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഉപ്പിട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്ന് ഓരോന്ന് എടുത്തിട്ട് കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലാക്കിയിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇതിൽ ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഞാനിവിടെ കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കെല്ലാം ഇതുപോലെ ആക്കിയെടുക്കാം. അപ്പോൾ ഇതെല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി വേണ്ടത് നമുക്ക് ബ്രെഡ് ക്രംസ് ആണ്. അപ്പോൾ ഞാനിവിടെ കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് മിക്സിയിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ബ്രെഡ് ക്രംസ് ഒക്കെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്ന് എടുത്തിട്ട് മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തിട്ട് എടുക്കാം. എല്ലാം നമുക്കിതുപോലെ ഒന്ന് മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇതാ ഇവിടെ എല്ലാം ബ്രെഡ് ക്രംസിലും കോട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അടുപ്പിലേക്ക് ഒരു പാന് വെച്ചിട്ട് പാൻ ചൂടായതിന് ശേഷം നമുക്ക് അതിൽ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഓയിലൊക്കെ നല്ലപോലെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഓരോന്നിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം.
ഇനി നമുക്കിത് ഇടയ്ക്കിടയ്ക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ബ്രെഡ് ക്രംസ് ആയതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊന്ന് തിരിച്ചും മറിച്ചൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ സാധനം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് എണ്ണയിൽ നിന്നൊന്ന് കോരിയെടുക്കാം. ഇനി ബാക്കിയുള്ളതും കൂടിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിവിടെ ഐറ്റമൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒരിക്കലെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റാട്ടോ, ഒരു രക്ഷയില്ല, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണേ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.